ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വന്നിട്ട് ധനുഷ്കോടിയിലുള്ള കുറച്ച് വ്യൂ ഒക്കെ ആയിരുന്നു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ധനുഷ്കോടിയിൽ നിന്ന് നേരെ രാമേശ്വരത്ത് പോയിട്ട് ഫുഡെല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളിലോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മുടെ ഫോണ് ബാഗുകളിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ എന്നിട്ട് ഒരു ക്ലോക്ക് റൂമിൽ കീപ്പ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു തവണയെങ്കിലും പോയി കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അതുവഴിയൊക്കെ പോകുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ പാമ്പലിന് പോയിട്ട് നേരെ കാട്ട്പാടിയിലോട്ട് വന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയ സമയത്ത് ഞാനൊരു സംഭവം കണ്ടതാണ്. നോക്കി, ഇത് നമ്മുടെ ലഗേജ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഹവറിന് ഒരു 20 റുപ്പീസ് വന്നിട്ടുണ്ടോ ചാർജ് ഉണ്ട്. ഇതിനുള്ളിൽ വയ്ക്കാം കേട്ടോ. ഫുള്ള് സെക്യൂർഡാണ്. ക്ഷീണം കാരണം ഞാൻ കുറേ നേരം ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ സൈഡ് സീനുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കാണാൻ കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മല ഉണ്ടല്ലോ, ഈ മല ഒരു ഫേസിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ വരുന്നത്. ഒരുപാട് റീൽസിലൊക്കെ വന്നിട്ടുള്ളൊരു മലയാണ്. നമുക്ക് വഴിയെ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനി പോകാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, കുറച്ച് കാലം ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഹായ്, ഇപ്പം നമ്മൾ തിരുപ്പതിയിലാണ്. അങ്ങനെ തിരുപ്പതിയിൽ രാവിലെ ഇപ്പോൾ എത്തി, എന്നിട്ട് ട്രെയിൻ ഇറങ്ങി ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാം വഴിയെ കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങാം, എന്നിട്ട് ബാക്കി അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എല്ലായിടത്തും പോലെ തന്നെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പരിപാടികൾ, പുതിയ എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങളൊക്കെ, എസ്കലേറ്ററിനോ സ്റ്റെപ്പുകളോ അങ്ങനെ എന്തൊക്കെയോ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. മുടങ്ങാൻ വല്ലതും കിട്ടുമോ നോക്കി നോക്കട്ടെ. എന്തായാലും ഇന്ന് അധികം തിരക്കൊന്നുമില്ല. ഫുഡൊക്കെ നല്ല ഫുഡ് എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വിഷ്ണു നിവാസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബിൽഡിംഗ് കാണാം കേട്ടോ. അത് തിരുപ്പതി ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് റൂം എടുക്കുക, ലോക്കർ എടുക്കുകയൊക്കെ ചെയ്യുക. ആധാർ കാണിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ലോക്കർ എടുക്കുക. ഒരു 24 മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കീപ്പ് ചെയ്യുക, റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുക. പിന്നെ അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റായിട്ടുള്ളൊരു ബാത്റൂമൊക്കെയാണ്. പിന്നെ ഇതിന് മുമ്പ് തന്നെ നമുക്ക് തിരുപ്പതി അമ്പലത്തേക്കുള്ള തിരുമല ടെമ്പിളിലേക്കുള്ള ബസ് കിട്ടും. ഒരു 90 രൂപ, നോർമൽ ബസ്സിന് 90 രൂപയൊക്കെ ചാർജ് വരുള്ളൂ. പിന്നെ AC-യുടെ എന്താ ഇലക്ട്രോണിക് ബസ്സൊക്കെ ഉണ്ട്, അതിൽ 120 രൂപ അങ്ങനത്താണ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. പിന്നെ ബാർഗെയിൻ ചെയ്ത് പോകണമെന്നുണ്ട് വെച്ചെങ്കിൽ അവിടെ ടാക്സികളൊക്കെ നിൽക്കുന്നുണ്ടാവും. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ടാക്സി വിളിച്ച് പോകണം അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടുന്ന് ടാക്സി നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ ശ്രീനിവാസ നിലയത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. 2 ടൈപ്പ് ഫുഡ് ഉണ്ടാവും. എന്താ സാമ്പാർ സാദം, അതുപോലെ തന്നെ ഒരു ലെമൺ റൈസ് അല്ല, കേർഡ് റൈസ് ഉണ്ടാവും. പിന്നെ അച്ചാറ് അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. അങ്ങനെ 2 നേരം നമുക്കിവിടെ ഫുഡ് കിട്ടും. അപ്പോൾ ഫുഡിനൊന്നും പഞ്ഞുണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ. അങ്ങനെ പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ലോഡ്ജ്, അതേപോലെ ഡോർമെട്രി ഒക്കെ ഉണ്ട്. ഈ വിഷ്ണു നിവാസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള ഈ ക്രൗഡ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ തിരുമല ടെമ്പിളിൽ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട്, ദർശനത്തിനുള്ള വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ടോക്കൺ എടുത്ത് പോയാൽ നമുക്ക് കുറച്ച് 2-3 മണിക്കൂറിനുള്ളിൽ എളുപ്പം കയറിയിട്ട് ടെമ്പിൾ വിസിറ്റ് ചെയ്ത് പോകാം. ദർശനമൊക്കെ എളുപ്പം ഒന്ന് സുഖമായിരിക്കും. മേലെ പോയിട്ട് നമ്മളൊരു 5-6 മണിക്കൂർ ക്യൂ നിന്ന് ടോക്കൺ എടുക്കണേക്കാളും എളുപ്പം നമുക്ക് ഇവിടുന്ന് എടുക്കാം കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെയുള്ള വിഷ്ണു നിവാസം എന്നുള്ള ബിൽഡിങ്ങിൻ്റെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ടോക്കൺ എടുക്കാം. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ എന്താ ടെമ്പിളിൻ്റെ ചെറിയൊരു ടെമ്പിളാണ്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വലിയൊരു പൂളൊക്കെ ഉള്ള ഒരു ഇത് കാണാം. നല്ല രസമായിട്ട് അത് കാണാൻ. അടുത്തൊരു ഗോവിന്ദജാമി ടെമ്പിൾ ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് നല്ല മീൽസ് കിട്ടും. അവിടെ പോയിട്ട് ഇന്ന് കഴിക്കാം കേട്ടോ. ഏരിയ കൂടെയാണ് എൻട്രി ലെവൽ വരുന്നത്. അങ്ങനെ ഇവിടെ നല്ല ക്രൗഡാട്ടോ. ഈ വണ്ടികളാണ്, ഇതിലും നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് ഈ ഏരിയയിൽ. കേരള ടൈപ്പ് ഫുഡാണ്. അപ്പം ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് വന്നത്. അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് കഴിക്കാമായിരുന്നു. ഇവിടെ വന്ന് കഴിച്ചപ്പോൾ ഒടുക്കത്തെ എരിവ്,
ആ എരിവുള്ള ഫുഡ് കഴിച്ചാൽ 2 ദിവസം തക്കടോട്ട് മറ്റേ മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. അങ്ങനെ ലാസ്റ്റ് ഞാൻ മറ്റേ സംഭാരം ഉണ്ടാവില്ലേ, എന്താ പറയുക, മോര് കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. വിഷ്ണു നിവാസത്തിൽ ആധാർ കാണിച്ച് നമുക്ക് ലോക്കർ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അവിടുന്ന് ഞാൻ ലോക്കർ എടുത്ത് എൻ്റെ ബാഗ് അവിടെ വെച്ച് വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് നോക്ക്, ആ ഫില്ലറിനടിയിലോട്ട് നോക്കി നോക്കുക. അവരവിടെ ടേബിളെല്ലാം കൊണ്ടുപോയിട്ടിട്ടുണ്ട്, ചെയറെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ചെറിയൊരു സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. കൊള്ളാമല്ലേ അവരുടെ ഐഡിയ. അതുപോലെ തന്നെ ഞാൻ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് അപ്പുറത്തായിട്ട് എന്താ ഫില്ലറിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ച് മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചുമ്മാ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട് അവരത്. കണ്ടോ, വെറുതെ കിടക്കുന്ന ഫില്ലറിൻ്റെ അടിഭാഗമൊക്കെ അവർ അത്രയും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്.